ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് വീണ്ടും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. സോ ഗൈസ് നമ്മ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ ഈ വില്ലേജിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് കേട്ടോ ഗൈസ്. ആൻഡ് നമ്മുടെ വീടൊക്കെ പോലീസുകാരുടെ കയ്യിലാണ് ഇപ്പോൾ. വീടും കാറും ബൈക്കും എല്ലാ പോലീസുകാരുടെ കയ്യിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയും പോലും ഇല്ല, ഭക്ഷണം കഴിക്കുള്ള പൈസയും പോലും ഇല്ല ഗൈസ്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നേരെ ഇന്നോട്ടേക്ക് തിരിച്ചു വന്ന് ഓക്കെ. ഈ വില്ലേജ് ചെറിയൊരു വില്ലേജാണ് കേട്ടോ ഗൈസ്. ഇവിടെ നമ്മൾ രക്ഷപ്പെട്ട് വന്നേക്കാനാണ്. സോ ഗൈസ് ഞാനിപ്പോൾ ഒരു കാര്യം വിചാരിച്ച് നമുക്കൊരു ഓട്ടോ ഡ്രൈവർ ആവാമെന്ന് വിചാരിച്ചു ഗൈസ്. കാരണം അപ്പോൾ നമുക്ക് ഓട്ടോവും ചെയ്യാം, മറ്റേ ആൾക്കാരെ ഇന്നോട്ട് വീഡിയോ ഒക്കെ ചെയ്യാം, പിന്നെ കൊണ്ടുപോവുകയും ചെയ്യാം ഗൈസ്. പിന്നെ നമുക്ക് പൈസയും കിട്ടും. നല്ലൊരു പരിപാടിയിലെന്ന് വെച്ചിട്ടാണ്. പയ്യെ ശരിയാവുമായിരിക്കും. നമ്മുടെ വീട്ടിലിപ്പോൾ കുറേ പോലീസുകാരുണ്ട്. ഓക്കെ, മനസ്സിലായ നമുക്ക് കയറാൻ പറ്റില്ല. കയറിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ വെച്ച് കൊല്ലും. അങ്ങനത്തെ ഒരു നിയമം വെച്ചേക്കണതാണ് ഇപ്പോൾ. സോ ഗൈസ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവർ അമ്മനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ മുമ്പ് ഏലും കൂടെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് കഷ്ടപ്പെട്ട് ഇവിടെ ഓട്ടോനെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഡെലിവറി എവിടെയാണെന്ന് നമുക്ക് നോക്കണം. ഓ, തുടക്കം തന്നെ ഗൈസ് ആ അമ്മച്ചി നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് കയറാനായിട്ട്. അമ്മച്ചി എവിടെയാ പോകണ്ടേ മോനെ? ഈ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുപോകുന്നെ. അതിലിപ്പോൾ എന്താ അമ്മച്ചി കയറിക്കോ. ആ ശരി. ഓക്കെ ഗൈസ്, ഈ അമ്മച്ചി നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട്. അമ്മച്ചി 500 രൂപ ഉണ്ടാ മോനെ? ആ റെയിൽവേ സ്റ്റേഷൻ വരെ 500 രൂപയാ? അതേ അമ്മച്ചി, അത്രയ്ക്കും വരും. എന്താണ് മോനെ, ഓഫറൊന്നുമില്ലേ? ഓഫറാ? ആ 499 ഗൈസ് പെട്രോളാ? ഓ ഇല്ല, ഓഫറൊന്നുമില്ല. 500. ആ ശരി മോനെ. ഓക്കെ ഗൈസ് 500 നമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയ്യോ ഗൈസ്, ഇത് നമ്മുടെ ബൈക്കല്ല, ഓട്ടോ ഓടുന്ന നമ്മ മറന്നോളി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇറങ്ങിക്കമ്മച്ചി, എത്തി. ആ ശരി മോനെ. ഓക്കെ ഗൈസ്, ഈ അമ്മച്ചി നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഗൈസ് 500 രൂപ ഓൾറെഡി കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൊരു കിടിലാൻ ആളാവും. ഗൈസ് അവിടെ നമ്മളൊരാൾ വിളിക്കണേ. ചേട്ടാ ദൈവനെ ചേട്ടാ. ചേട്ടാ എവിടെ പോകേണ്ടത് മോനെ? എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കോ. അതിനിപ്പോൾ ചേട്ടാ വാ കയറിക്കോളൂ. അല്ല ഗൈസ്, പോലീസ് സ്റ്റേഷനാ, പണി പാളവല്ല. ഇപ്പം എന്താ ചെയ്യും ഗൈസ്? നമുക്ക് എന്തായാലും ഒരു ഓട്ടോ വേണം. അതുകൊണ്ട് കാര്യം ചെയ്യാം, രണ്ടും കളിപ്പിച്ച് പോവാ. ചേട്ടാ കയറിക്കോ ചേട്ടാ. ഓക്കെ മോനെ. ഓക്കെ ഗൈസ്, ആ ചേട്ടൻ കയറിയിട്ടുണ്ട്. ആൻഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന് പറയണ ഗൈസ്. ചേട്ടാ എന്തിനാണ് ചേട്ടാ പോലീസ് സ്റ്റേഷനിൽ പോണേ? അത് പിന്നെ പോനെ എനിക്ക് എടുത്തന്നെ കേസ് കൊടുക്കാനുണ്ട്. എന്താണ് ചേട്ടാ കേസ്? ഓ ആക്സിഡന്റ് കേസ്. ആക്സിഡന്റ്. ഓ മാൻ, വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല തനിക്കൊന്നും. ഓക്കെ, അല്ല ചേട്ടാ എന്താണ് ചേട്ടാ കേസ്? അത് നിന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, നീ വേണമെങ്കിൽ അങ്ങ് പോ. ആ ഓക്കെ ചേട്ടാ. ഓക്കെ ചേട്ടാ. ഗൈസ് ഇനി അടുത്ത പരിപാടി പെട്രോൾ അടിക്കാം. ഓ ഓ ഓ ഓക്കെ ഗൈസ്, നമുക്ക് ഇടിച്ചോട്ട് ഓടിക്കുന്നുണ്ട്. എത്രയാണ് മോനെ വില? 800. 800 മോനെ, അത്ര തീയാണ് മോനെ. അതത്രയും വരും, അത്രയും വന്നിരിക്കും. ഓക്കെ ശരി മോനെ, ഇനി താങ്കളുടെ ഓട്ടോറിക്ഷ കയറുന്നതല്ല. ഓ ഗൈസ് ഇടയ്ക്കിടയ്ക്ക്
സ്റ്റക്ക് ആവണ്ടേ. എൻ്റെ ഓട്ടോറിക്ഷ കയറണ്ട. ഇവിടെ ഇറങ്ങിക്കോ. മോനെ എനിക്ക് ഏറ്റിയിട്ട കൊള്ളായിരുന്നു. അതൊന്നും പറ്റൂല, ഇറങ്ങിക്കോ. ശരി മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ ചെറിയ ആക്സിഡൻ്റാണ് സംഭവിച്ചത്. നമ്മൾ നോക്കാൻ പോയതാണ്. നമുക്കിപ്പോൾ 1300 രൂപ ആയിട്ടുണ്ട് ടോട്ടല്. മനസ്സിലായാ? ഓക്കെ, അടുത്ത ഇത് ആൻറ്റി വിളിക്കളി. ചേച്ചി, അയ്യോ ചേച്ചി എവിടെയാണ് ചേച്ചി പോണ്ടേ? മോനതുനെ ഞാൻ പറയാ, എന്നെ കേട്ടാതെയോ. ഓക്കെ, കേറിക്കോ ചേച്ചി. ആ ശരി പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചേച്ചിന് കേട്ടിട്ടുണ്ട്. ആൻഡ് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ചോദിച്ചു നോക്കണം. ചേച്ചി എവിടെ പോണ്ടേ? മോനെ എയർപോർട്ടിലേക്ക് പോക്കോ. എയർപോർട്ടാ? ആ ഓക്കെ, ശരി ചേച്ചി. ഗൈസ് ഓക്കെ, ഞാൻ നിങ്ങളെ ഒന്നും മിണ്ടാത്തേന്ന്. ഗൈസ് വണ്ടി കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഗൈസ്, അതാണ്. ചേച്ചി എയർപോർട്ട് എത്താറായേ? ആ ശരി മോനെ. ഓക്കെ ചേച്ചി. ഓക്കെ കേസ്, നമ്മളെ കുറേ നേരം പണിയെടുത്തിട്ടുണ്ട് കേസ്. നമുക്കിപ്പോൾ മതിയായി പണിയെടുത്ത്. കുറേ ഇപ്പം നമ്മുടെ കയ്യിൽ 10,000 രൂപ ഓൾറെഡി ആയിട്ടുണ്ട്. അത്ര നേരം പണിയെടുത്തിട്ടുണ്ട്. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ ഇപ്പം എവിടെ പോകണമെന്ന് വെച്ചാൽ കേസ് നമ്മൾ ജോബ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തേക്ക് പണിയെടുത്ത് കേസ് ഇനി വീട്ടിലേക്ക് പോകണം. അതല്ല ദിവസം പെട്രോൾ പമ്പ് എവിടെയാണ് നോക്കണം കേസ്. ഇവിടെ കണ്ട് പെട്രോൾ പമ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. എവിടെ ഇട്ടെന്ന് എനിക്കറിയാൻ പാടില്ല കേസ് പെട്രോൾ പമ്പ്. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം കേസ്. നമുക്ക് നമ്മളെ വില്ലേജിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, നമ്മൾ കുറേ നേരം പണിയെടുത്ത് കുറച്ച് നേരം നമ്മൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ കേസ്. ആൾക്കാരെ കൊണ്ടുവന്നത് കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായി. കുറേ പണിയെടുത്തിട്ടുണ്ട് ഈ സമയത്ത്. കാലും കൈയൊക്കെ വയ്യാണ്ടായി. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ പണിയെടുക്കണം കേസ്. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ പോണേ. പെട്രോൾ നാളെ അടിക്കാം കേസ്. ഓക്കെ, ഇത് നമ്മുടെ വില്ലേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ, ലൈറ്റ് ഇടാൻ നമ്മൾ മറന്നുപോയി. ഓക്കെ, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം നമ്മുടെ ഓട്ടോ. ഓ എൻ്റെ പൊന്നോ ഗൈസ്, വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ കിടക്കാച്ച കണ്ടാൽ അടുത്ത വീഡിയോ കാണാം. അതൊരിക്കും ബൈ.